വരണോ? അങ്ങോട്ട് ഇറങ്ങി ഞാനോ? എങ്ങോട്ട്? അങ്ങോട്ട് മാറി ഇങ്ങോട്ട് എൻ്റെ നേരെ ബീജാൻ എടുക്കാനോ? ഹലോ ഫ്രണ്ട്സ്, വിജി സാമൽ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2 കരിമീന് ഈ ചാലിനകത്ത് നിൽപ്പുണ്ട്. അപ്പം അതിനെ ഒന്ന് വീശാൻ വേണ്ടി പോവാണ്. തല കിട്ടി കിട്ടി, ഫുള്ളും കിട്ടിയിട്ടില്ല. അപ്പോൾ 2 കരിമീൻ നിൽപ്പുണ്ട്. കറക്റ്റ് നമ്മളെ ഒരു ചാലിനകത്ത് നിൽക്കുന്ന 2 കരിമീനെ വീശാൻ പോവാണ്. അപ്പോൾ കിട്ടുമോന്ന് അറിയത്തില്ല, സംഭവം നിൽപ്പുണ്ട്. നമ്മുടെ ഭാര്യയാണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. യാതൊരു ബോധമില്ലാത്തൊരു പാർട്ടിയാണ്. അല്ലെ നല്ല വീശുവാണ്. ഓ സംഭവം 2 ഉണ്ട്. ഒരെണ്ണം രക്ഷപ്പെട്ടു. അപ്പറ കിടന്നത് അറിയത്തില്ല. രണ്ടും ഉണ്ടായിരുന്നു. രണ്ടും വലയിലുണ്ടായിരുന്നു. പിന്നെ വലയ പുറകെല്ലാം പൊങ്ങി. എല്ലാവരും കല്ല് ഒരെണ്ണമുണ്ട്. അപ്പം 2 വീണാണ്. ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകും അപ്പായി. അത് ഇങ്ങോട്ട് കയറ്റില്ല. അത് അവിടെ ഇന്ന് കാണിച്ചു, അത് പോകും കേട്ടോ. അപ്പം 2 വീണാണ്. ഒരെണ്ണം രക്ഷപ്പെട്ടു. ഈ തൂമ്പിനകത്തോടെ കയറി അപ്പുറത്തോട്ട് പോയി. കുത്തിക്കോ. ആ ചാക്ക് വെച്ചിട്ട് നോക്കുന്നതായിട്ട് വന്നില്ലേ? ചാക്ക് വന്നു. മീനുണ്ടോന്ന് അറിയത്തില്ല. മീൻ വേറെ ഒന്നും കാണില്ല. അപ്പോൾ ചാക്കിനകത്തോട്ട് വെച്ച് കുത്തിയിട്ട് മീനുണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കയറിയോന്ന് അറിയത്തില്ല. ചാക്ക് വേണ്ട കുറേ പോയി. നോക്കാം. ഇതിനകത്ത് കാണുന്നില്ല. നമുക്കൊന്നും കാണുന്നില്ല. ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കരിമീനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വള്ളത്തിലുണ്ട്. തൂമ്പിനകത്തോട്ട് നമുക്ക് അതെ 2 വള്ളത്തിയും കിട്ടി. വല വെച്ച് വള്ളത്തിയും കിട്ടി. മറ്റേ കരിമീൻ അതാണ്ട് അകത്ത് വെച്ചിട്ട് അത് നമ്മൾ അങ്ങോട്ട് പോവല്ലായിരുന്നു. ചാടിപ്പോയോ? ആ ചട്ടിക്കകത്തുണ്ടോന്ന് നീ? അപ്പോഴത്തെ നമുക്ക് 2 കരിമീനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ വീട്ടിൽ അപ്പം വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തില്ല ചെറിയ ചാലിനകത്തൂടെ കയറി വന്ന 2 കരിമീനാണ്. അതിനെ ഒരെണ്ണത്തിനെ നമ്മൾ വീശി പിടിച്ച്, ഒരെണ്ണം ചാടിപ്പോയി. അപ്പം 2ാമത് ചാടിപ്പോയത് ഇവനാണ്. 2ാമത് പിടിച്ച സാധനം ഇവനെ ഇച്ചിരി മുഴുത്തത്. അപ്പോൾ ഇവനാണ് നമ്മൾ ചാടിപ്പോയത്. അതിനെ അച്ചാച്ചനെ ആ തൂമ്പിനകത്തൂടെ ഒരു ചാക്ക് കുത്തിക്കയറ്റിയിട്ട് നമ്മളവനെ വലയിട്ട്, ചെറിയ വലയിട്ട് അവനെ അങ്ങ് പിടിച്ച്. കത്തിക്ക് മൂച്ചുണ്ടോന്ന് അറിയില്ല. ജീവൻ പിടിക്കാൻ ചെയ്യുന്ന കത്തി. അത് വേറെണ്ണം അവിടെ ഇരിപ്പുണ്ട്. അത് ഒന്ന് എടുക്കുന്നു.
അങ്ങോട്ട് പോയപ്പോൾ അത് കയറിപ്പോയി തോട്ടിൽ പോയി കാണും. തോട്ടിൽ പോകുമായിരുന്നു എനിക്ക്. അച്ചാച്ചൻ അവിടെ വല അവിടെ ചെന്ന് കൃത്യം ഞാൻ കൈയിട്ട ആ കല്ലിൻ്റെ ഇടയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിടിച്ച് പൊക്കിയെടുത്തപ്പം ഒരു തേട ഇറച്ചി താഴോട്ട് പോയി. ഞാൻ കണ്ടായിരുന്നു അത് മേളിലോട്ട് കയറി അവിടം വരെ പോകുന്നത് കണ്ടായിരുന്നു. നമ്മളവിടെ പോയി കല്ലിനടയിൽ പോയി കയറിയിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കരിമീനെ നമ്മളൊന്ന് ചെത്തി റെഡിയാക്കി കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന നമ്മൾ എടുക്കുന്നില്ല കരിമീനെ, കാരണം നമുക്ക് സമയമില്ല, മഴ വരുന്നുണ്ട്. ഇവിടെ ഇതുവരെ മഴ പെയ്തില്ല, ഒന്ന് ചാറി. ഞങ്ങളുടെ അവിടെ ഇപ്പോൾ 2 മഴയായിരുന്നു. ഒരു ദിവസം നല്ല മഴയായിരുന്നു. രവി വിളിച്ച് പറഞ്ഞു 1 മണിക്കൂർ ഇല്ലാതെ മഴ പെയ്തു. അന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വാർത്ത തേച്ചതെല്ലാം കൂടെ ഒലിച്ചു പോയി. മൂടിയില്ല, മൂടാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി പറഞ്ഞിരുന്നു. അന്നേരം ഇതാണ് ആദ്യം ഓടിപ്പോയി അല്ലേ, മുഴുത്ത കരിമീന ഓടിപ്പോയി. കണ്ടു പറഞ്ഞു. എന്തായാലും നമുക്ക് അവന്മാരെ രണ്ടിനും കിട്ടി. അങ്ങോട്ട് കയറി പോയത് പോവുകയാണെന്ന് എനിക്കറിയില്ല. റോട്ടിൽ കയറി പോയാൽ അതാ പിന്നെ പുറകെ പോകണ്ടെന്നോ. റോട്ടിൽ പോവുകയായിരുന്നു, പോകാൻ മേലെ. കയറി പോകത്തില്ല. നെറ്റ് അവിടെ നിന്നൊരു മീനും ഇങ്ങോട്ടും കയറി. എന്നപ്പോൾ ഇത് കണ്ടത്തി കിടന്ന് മീനാണോ? ഇവിടെ ചാരി കിടക്കുന്നുണ്ട്. വലിയ തോട്ടിനകത്ത് ഇവിടെ ഈ ചാരി വലിയ ചാരിക്കകത്ത് എറിഞ്ഞു വരും. വെള്ളം അഴിച്ചു കിട്ടിയിരിക്കില്ല. അതാ അങ്ങനെ വരാൻ വഴിയുണ്ട്. വെള്ളത്തിലുണ്ട്. ഇന്ന് മഴ പെയ്യും കേട്ടോ. അവരോട് വിളിച്ചു പറഞ്ഞോ, പിള്ളേരുടെ തുണിയും മേലെ കിടക്കുന്ന പയറും. ഇവിടെ നിങ്ങൾ തോട്ടപ്പയറില്ലേ, ഏതാ ഈ വള്ളി പോലത്തെ അതിലെ പയറ് കറി വെക്കാനല്ല, അത് പറിച്ച് ഉണങ്ങി കൊടുക്കുക. കിലോയ്ക്ക് 1600 രൂപ വിലയുണ്ട്. ഞാനിത് തേച്ച് ഒടിച്ചു തരാം. വേണ്ട, ഞാൻ അടിച്ചെടുത്തോളാം. മഴ വരുന്നതാണ്, ഇടിയും കൊടുക്കുന്നുണ്ട്. വെള്ളം എടുത്തോ? ഞാൻ തേച്ചെടുത്തോളാം. ഈ കൈ പൊക്കും.